വരിക. ഫ്യൂച്ചർ ഭാര്യ വീട്ടിലേക്കുള്ള ആദ്യത്തെ വരവാ. നിലത്ത് വെച്ച കാലെടുത്തതായി. കുഴപ്പമുണ്ടോ രാജേന്ദ്ര? ഇതിപ്പോ എന്നോ പറഞ്ഞുറപ്പിച്ച ബന്ധമല്ലേ? അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് കാര്യം? വരിക. അല്ല, SP സാറിന്റെ കല്യാണം എന്താ ഇത്രയും വയസ്സായിട്ട് നടക്കാൻ? ഇത്രയും വയസ്സെന്ന് പറയുമ്പോ അധികം ഒന്നും ഇല്ലടോ, ഒരു 34-35. പിന്നെ ജാതക പ്രശ്നമുണ്ട്. കേട്ടിട്ട് ഇത് തന്നെ ശേഖരമുനാളുടെ മോളുടെ കാര്യം. ഞാൻ വിളിക്കാമെന്ന്. ഇരിക്കടോ. ഈ വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. കേമായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നടന്ന പ്രശ്നങ്ങൾ രാജേന്ദ്രൻ പറഞ്ഞു. വൈകാതെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. സത്യത്തിൽ താനിവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയം നന്നായി. നീലകണ്ഠന്റെ ചെക്കന് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പണി ഞാൻ തീർത്തേനെ. ലക്ഷങ്ങളുടെ നഷ്ടമാണ്. സീനി ഒന്ന് കാണണം. കൊറോണറി യൂണിറ്റ് മുഴുവനാണ് തല്ലി തകർത്തത്. ഇമ്പോർട്ടന്റ് മെഷീൻസ് ആണല്ല. ഇനി അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ട്രെയിൻ എത്രയാ? അവന്റെ അച്ഛൻ പണ്ടിച്ചിൽ ചട്ടമ്പിത്തരവ് നടന്നിട്ടുണ്ടാവും. അതിന്റെ കെയർ ഓഫില് അവൻ തോന്നിയാസായിട്ട് ഇറങ്ങിയാല് ഇത് കാലം മാറി. ചേരമാവൻ പറഞ്ഞ പോലെ പണി തീർത്തു കൊടുക്കാൻ അറിയാത്തവരല്ല ഇവിടെ ആരും. അങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ജോലി കൂടും. അതൊന്നും വേണ്ട. രാജേന്ദ്രൻ ഒരു കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇനഫ്. അതില് ജാനകി ഒന്ന് സൈൻ ചെയ്യണം. പിന്നെ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. ജോസഫ് തന്നെ. ദേവി മോളെ വിളിക്കും. രാജേന്ദ്ര, ശ്രീനിക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോർട്ടിടോ കാര്യങ്ങൾ. അകത്ത് കയറ്റുന്നു പെരുമാറണം. അത് SP അറിയണ്ട. ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജാനകി. ഹലോ. നീ ഇതിലൊന്ന് ഒപ്പിട്ട് കൊടുക്ക. കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ സൈൻ ചെയ്യില്ല. കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ? നീ എന്താ പറയുന്നേ? രാജേട്ടാ, ഹോസ്പിറ്റലിന്റെ MD ഞാനാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നാ പറഞ്ഞേ. മോളെ, നീ എന്താ അവനെ പേടിച്ചിട്ടാ? അല്ല, എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിന്? രാജേട്ടന് മനസ്സിലാവാൻ പ്രയാസാവും. അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാക്കണം. ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേയന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കായിരുന്നു. അച്ഛനത് അനുവദിച്ചില്ല. അച്ഛന് പറയാനുള്ള റീസൺസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയേണ്ടതല്ല. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ കാർത്തികേയന് അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. അതിലും വലിയ നഷ്ടങ്ങളല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോറി. ജാനകി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ജാനകിക്ക് യു ഹാവ് ദ ഫ്രീഡം. നമ്മൾ തമ്മിൽ ഇന്നാണ് ശരിക്കൊന്ന് കാണുന്നതും സംസാരിക്കുന്നതും. അതിങ്ങനെ ഒരു, ഞാനാണെങ്കിൽ യൂണിഫോമിലും. റിയലി ഞാനിത് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാനും. ഞാൻ ഇറങ്ങുന്നു. എനിക്ക് അവളോട് മാത്രം തർക്കിക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോൽക്കാൻ നിന്നു കൊടുക്കാറുള്ളൂ. അവൾക്കേ അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതാ ശരി. ജാനകി വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചു. വരട്ടെ രാജേന്ദ്ര. ഓഹോ, തുടങ്ങിയോ? ഇപ്പൊ ഒഴിച്ചേ ഉള്ളൂ. നല്ല കോൾഡ് കോൾഡ് കോൾഡ്. ഇത് നിർത്തിന്ന് എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തതല്ലേ? തന്റെ തലയിലല്ലേ കൈവച്ചുള്ളൂ. തന്റെ തല എന്ന് പറഞ്ഞാൽ തന്റെ കെട്ടിയോൾ അമ്മണി ആന്റി തന്നെ പറഞ്ഞിട്ടുള്ളതാ. അത് എന്റെ തലയ്ക്കകത്ത് വെളിവില്ല എന്ന്. പോളട്ടാ, വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിനും വെളിവ് കുറയും. ഇല്ല, എനിക്ക് പരിചയം ഇല്ലെങ്കിലും പത്രത്തിൽ ഞാൻ പടം കണ്ടിട്ടുണ്ട്. തുടങ്ങിയാ പിന്നെ എപ്പോഴാ നിർത്തി കിട്ടണെന്ന് പറയാൻ പറ്റില്ല. ബോറാക്കരുത്. ആയിപ്പോവും. കോന്തം പോളേട്ടാ, ഇന്ന് സൺഡേ അല്ലേ? ഇവിടെ സ്റ്റാഫ് ആരുമില്ല. പ്രൈവസി അല്ലേ? മെനേഡ് കാണിക്കണം ഒരുമാതിരി. ഇതങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു കുടിച്ച് പാട്ടുപാടിയിരുന്നു, മൃദംഗം വായിച്ചിരുന്ന, ആളെ തല്ലിക്കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്ന എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. ധൈര്യം പോരാ, അതുകൊണ്ടാ.
അല്ലെങ്കിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചേനെ, അച്ഛാ ക്യാൻ ഐ ഫിക്സ് എ ഡ്രിങ്ക് ഫോർ യു? പുറംകാലിന് തൊഴിച്ചളയും. പുവർ മാൻ. എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് അച്ഛനുണ്ട്. അദ്ദേഹത്തിനോ ആരുമില്ല. ഈ തെണ്ടി തമ്മാടി കാർത്തികൻ പോലും quite alone in this universe. അച്ഛനെ തനിച്ചിനി മംഗലശ്ശേരി കഴിയാൻ വിടണോ? വിളിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു വരില്ല. ആ വീട് വിട്ട് ഇറങ്ങില്ല അദ്ദേഹം. ധാരേ ഞായറാഴ്ച ഉണ്ണിയാവും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ വിളിച്ചിരുന്നു. 7 ദിവസത്തെ ദുബായ് ജീവിതം നീ ചീർത്ത് പന്നി. തീറ്റിയും കുടിയും സവാരി കിരികിരിയും കുളിയും തന്നെ ഒന്നും ഇല്ല മോനെ. ഒരു റഷ്യ മണം. റഷ്യയൊക്കെ ഔട്ട്. ഇപ്പൊ ലെബനീസ് ലൈനാ. അന്യായം അണ്ണാ, അന്യായം. ഈ അപരാധിച്ച കഥ നിർത്തിയിട്ട് പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പാണാശ്ശേരി നമ്പി. മണിയമ്പര പുരുഷോത്തമൻ കോല് വെച്ചു. കോൺട്രാക്ട് അവൻ പോക്കറ്റിലാക്കി. പുരുഷോത്തമൻ അറബിയും കൂടെ ഡിങ് ഡിങ്. പിമ്പ് ചന്ദ്രദാസൻ. നമ്മൾ ഇറക്കിയ ഇൻഷ്യൽ മണി 10 ലക്ഷം രൂപ ഗോൺ. ഈ പുരുഷോത്തമനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ കാക്കയ്ക്ക് എറിഞ്ഞു കൊടുക്കും. വരട്ടെ. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ 50 ലക്ഷം കൈ വന്നപ്പോ നമ്മുടെ 10 ലക്ഷം ഞാൻ പിടിച്ചാനെ. ഗൗണ്ടറുടെ കേസ്. രണ്ടുണ്ണിയോ? ആരടാ അത്? ഞാനാടാ. അളിയോ വാ 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 വാ. ഏത് വകുപ്പിലാടാ ചെറ്റ ഞാൻ നിന്നെ കളിയാവുന്നത്? എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മോളിലടാ കനകറാണി. ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്. അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എനക്ക് കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയനായില്ലടാ ചെറ്റ കുഞ്ഞിരാമോ. രാജേന്ദ്ര, താൻ പോയ വെറുതെ വഴക്കുണ്ടാക്കാതെ ചെല്ലേ. എടാ കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി തകർത്തത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തിന് മുമ്പിൽ പൊക്കില്ലത്. രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ. ഇത് നടേശനും പിള്ളേരും നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട സാർ. ഉണ്ണി ബാക്കിലോട്ട് നിക്കി. മോനെ നടേശ, ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാർട്ടിയർ ആണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇതിവിടെ ഇരിക്കട്ടെ.
ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറക്കിടിപിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. വണ്ടിപ്പേട്ടയിലെ ഉണ്ണിരാം വൈദ്യർക്കറിയാം. വാതറ. അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിനെ വാങ്ങിച്ച് 14 ദിവസം സൂപ്പ് വെച്ച് കുടി. തടി നല്ല കട്ടക്കിരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നെഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. വെടിപ്പായല്ലോ പോളേട്ടാ, ഹാപ്പി അല്ലേ?